തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് വിജയിച്ച കൗൺസിലർമാരും പഞ്ചായത്ത് അംഗങ്ങളും ഒക്കെ കഴിഞ്ഞ ദിവസം സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. എന്നാൽ ഏറ്റവും കൂടുതൽ നമ്മുടെ രാജ്യം മുഴുവനും ശ്രദ്ധിക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിലേക്കാണ്. ഇവിടെ BJPയുടെ മേയർ ആരാകും എന്ന ചോദ്യമാണ് ഉയരുന്നത്. പല യൂട്യൂബ് ചാനലുകളും നമ്മുടെ മുഖ്യധാര മലയാള മാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും അച്ചടി മാധ്യമങ്ങളും നിരവധി പേരുകൾ പറയുന്നുണ്ട്, നിരവധി ചർച്ചകൾ ഇത് സംബന്ധിച്ച് നടത്തുന്നുണ്ട്. കാര്യം പക്ഷേ ആർക്കും വ്യക്തമായിട്ട് ഒന്നും കിട്ടുന്നില്ല. ആരാകും മേയർ എന്ന ചോദ്യത്തിനൊപ്പം തന്നെ ഉയരുന്ന മറ്റൊരു പ്രധാന ചോദ്യമുണ്ട്. അത് തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് 2 സ്വതന്ത്രന്മാർ ജയിച്ചിട്ടുണ്ട്. ഒന്ന് കണ്ണമൂല വാർഡിൽ നിന്ന് ജയിച്ച പാറ്റൂർ M രാധാകൃഷ്ണനും മറ്റൊന്ന് പൗണ്ട് കടവിൽ നിന്ന് വിജയിച്ച UDF കോൺഗ്രസ് വിമതൻ സുധീഷ് കുമാറുമാണ്. ഈ 2 പേരും മനസ്സ് തുറന്നിട്ടില്ല. ഇവർ എങ്ങോട്ട് പോകും എന്ന് ചാനലുകളോട് വ്യക്തമായി പറയുന്നില്ല. പലരും പല അഭ്യൂഹങ്ങളും പറഞ്ഞു പരത്തുകയാണ്. ഒരാൾ രാധാകൃഷ്ണനും സുധീഷും മേയർ സ്ഥാനത്തേക്ക് മത്സരിക്കും എന്നൊരു ചാനൽ പറയുന്നു. LDFും UDFും അവരെ പിന്തുണയ്ക്കും എന്ന് പറയുന്നു. ഇത്തരത്തിലുള്ള ഒരു ചർച്ചകളും നടന്നിട്ടില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷേ BJPയുടെ വരവിനെ എങ്ങനെയും തടയാനും BJPയെ താഴ്ത്തിക്കെട്ടാനും വേണ്ടിയിട്ട് ചിലർ ഓവർ ടൈം ജോലി ചെയ്യുന്നുണ്ട് നമ്മുടെ മാധ്യമങ്ങളിൽ എന്ന് പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ഞാൻ അതിലേക്കല്ല പോകുന്നത്. ഇപ്പോൾ ഒരു പുതിയ വിവരം പുറത്തു വന്നിരിക്കുന്നു. അത് മറ്റൊന്നുമല്ല, പൗണ്ട് കടവിൽ നിന്ന് വിജയിച്ച കോൺഗ്രസ് വിമതനായ UDF വിമതനായ സുധീഷ് കുമാർ പറയുന്നു, താൻ ഒരു പക്ഷേ തന്നെ സഹായിക്കുന്നത് ആരാണോ അവർക്കൊപ്പം ചേരും എന്നാണ് അദ്ദേഹം പറയുന്നത്. സുധീഷ് കുമാറുമായിട്ട് നമ്മുടെ ഒരു മലയാളത്തിലെ ഒരു ചാനൽ പ്രതിനിധി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, എന്നെ ആര് സഹായിക്കും, എൻ്റെ കൂടെയുള്ളവരെ, ഞങ്ങൾ ഒരു ഗ്രൂപ്പായിട്ട് നിന്ന് ഇവിടെ മത്സരിച്ച് ജയിക്കുകയായിരുന്നു. അതിന്റെ പശ്ചാത്തലമൊക്കെ എല്ലാവർക്കും അറിയാം. ആ വാർഡിന് ആവശ്യമില്ലാത്ത ഒരു സ്ഥാനാർത്ഥിയെ ചില മതമേലധ്യക്ഷന്മാരുടെയും ചില മത സാമുദായിക സംഘടനകളുടെയും താല്പര്യപ്രകാരം UDF കെട്ടിയിറക്കി. അവിടെ UDFന് വലിയ വിജയസാധ്യതയുണ്ടായിരുന്നു. തുടർന്ന് ഈ വാർഡിൽ മത്സരിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പിച്ചിരുന്ന സുധീഷ് കുമാറിന്റെ പേര് വെട്ടി ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ അവിടെ കെട്ടിയിറക്കി. അതോടുകൂടി സുധീഷും കൂട്ടരും UDFിൽ നിന്ന് പിണങ്ങി പിരിഞ്ഞ് വിമത സ്ഥാനാർത്ഥിയായി അവിടെ മത്സരിക്കുകയായിരുന്നു. അങ്ങനെ സുധീഷ് കുമാർ അവിടെ നല്ല ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. ഇപ്പോൾ സുധീഷ് കുമാർ പറയുന്നത്, എന്നോടൊപ്പമുള്ളവർ ഞങ്ങളൊരു കൂട്ടായ്മയായിട്ട് നിൽക്കുന്നു. ഇനിയിപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളെ സഹായിക്കുന്നത് ആരാണോ അവരെ ഞങ്ങൾ സഹായിക്കും. ആരോടും അയിത്തമില്ല. BJPയോട് ആദ്യമൊക്കെ അദ്ദേഹം BJPയോട് പോകുന്നതിൽ ഞങ്ങൾക്ക് അത്ര താല്പര്യമില്ല എന്നാണ് പറഞ്ഞിരുന്നത്. അദ്ദേഹം ഒരു അതൃപ്തിയൊക്കെ പ്രകടിപ്പിച്ചിരുന്നു. പക്ഷെ ഇപ്പോൾ സുധീഷ് കുമാർ പറയുന്നു, ഞങ്ങൾക്ക് ആരോടും അയിത്തമില്ല. കാരണം വാർഡിന്റെ വികസനമാണ് ഏറ്റവും വലിയ പ്രാധാന്യത്തോടുകൂടി ഞങ്ങൾ കാണുന്നത്. BJP ഏതാണ്ട് നഗരസഭ ഭരിക്കും എന്ന് തീർച്ചയായി കഴിഞ്ഞു. BJPയുടെ മേയർ ആയിരിക്കും വരുന്നത്, BJPയുടെ ഡെപ്യൂട്ടി മേയർ ആയിരിക്കും വരുന്നത്. അങ്ങനെയെങ്കിൽ ആ BJPക്ക് ഒപ്പം നിന്നുകൊണ്ട് കാര്യങ്ങൾ നേടിയെടുത്ത് വാർഡിലെ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതല്ലേ ഉചിതം? അതല്ലേ നാടിന് ആവശ്യം? അത് വാർഡിന് ഗുണം ചെയ്യില്ലേ എന്നൊക്കെയാണ് സുധീഷ് കുമാറിന്റെ ചിന്ത. അദ്ദേഹവും കൂട്ടുകാരും അതുകൊണ്ട് തന്നെ BJPയുമായിട്ട് സഹകരിക്കാൻ സാധ്യതയുണ്ട് എന്ന വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാം. അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നു, ഞങ്ങളെ സഹായിക്കുന്നവർ, വാർഡിന്റെ വികസനത്തിന് ഒപ്പം നിൽക്കുന്നവർ ആരാണെങ്കിലും അവരോടൊപ്പം ഞങ്ങൾ ചേരും. ഇന്നത്തെ നിലയ്ക്ക് LDFന് 29 സീറ്റേ ഉള്ളൂ, UDFന് 19 സീറ്റേ ഉള്ളൂ. ഈ രണ്ടും കൂടെ ചേർന്നിരുന്നാലും ആകെ 48 സീറ്റുകളെ ആവുന്നുള്ളൂ. പിന്നെ സുധീഷ് കുമാറും അതുപോലെ പാറ്റൂർ M രാധാകൃഷ്ണനും ഇതിനോടൊപ്പം ചേർന്നാലും 50 സീറ്റാകും. ഇപ്പോൾ 50 BJPക്ക് ഒറ്റയ്ക്ക് 50 സീറ്റുണ്ട്, ഇപ്പുറത്ത് 50 സീറ്റ്. ഒരു വാർഡിൽ തെരഞ്ഞെടുപ്പ് നടക്കാനുണ്ട്. അതിപ്പോൾ ഏതാണ്ട്
ജനുവരി അല്ലെങ്കിൽ ഫെബ്രുവരി ആദ്യമായിരിക്കും, ജനുവരി അവസാനമോ ഫെബ്രുവരി ആദ്യമോ ആയിരിക്കും അവിടെ തെരഞ്ഞെടുപ്പ് എന്ന് കരുതാം നമുക്ക്. അങ്ങനെയെങ്കിൽ അതുവരെ ഇത് കാത്തിരിക്കാൻ സാധിക്കില്ല. 26-ാം തീയതി മേയർ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അതിന് തൊട്ടടുത്ത ദിവസം തന്നെ ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പും നടക്കും. അങ്ങനെയെങ്കിൽ എന്തിന് വൈകി ഈ പറഞ്ഞതുപോലെ ഒരു റിസ്ക് എടുക്കണം? മറിച്ച് BJP ജയിച്ചു വരും എന്ന് തീർച്ചയാണ്. അങ്ങനെയെങ്കിൽ BJPക്ക് ഒപ്പം നിൽക്കുന്നതല്ലേ നല്ലത് എന്ന ചിന്തയാണ് ഇപ്പോൾ സുധീഷ് കുമാറിനുള്ളത്. ഏതാണ്ട് സുധീഷ് കുമാർ അത്തരത്തിലൊരു തീരുമാനം എടുത്താൽ അത്ഭുതപ്പെടണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം BJPക്ക് ഒപ്പം നിന്ന് BJPയുടെ ഭാഗമാകുകയോ BJPയിൽ ചേരുകയോ ഉണ്ടാവും എന്നെനിക്ക് തോന്നുന്നില്ല. പക്ഷെ സ്വതന്ത്രനായിട്ട് നിൽക്കുമ്പോൾ തന്നെ BJPയോട് സഹകരിച്ചുകൊണ്ട് BJPയുടെ ഭരണ സമിതിയോട്, ആ മേയർ അടക്കമുള്ളവരോട് സഹകരിച്ചുകൊണ്ട് സുധീഷ് കുമാർ മുന്നോട്ട് പോകാനാണ് സാധ്യതയെന്ന് ഞാൻ അനുമാനിക്കുന്നു. തീർച്ചയായിട്ടും അതൊരു നല്ല തീരുമാനമാണ്. കാരണം ഏറ്റവും വലിയ ഒറ്റക്കക്ഷി ആരാണോ അവരോടൊപ്പം നിന്ന് തന്നെ ജയിപ്പിച്ച തന്റെ വാർഡിലെ വോട്ടർമാരോട് തന്റെ കടമ നിർവഹിക്കാൻ കിട്ടുന്ന അവസരം തീർച്ചയായിട്ടും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ സുധീഷ് കുമാർ കളഞ്ഞു കുളിക്കാൻ പാടില്ല തന്നെ. മാത്രമല്ല BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ നല്ല വികസന കാഴ്ചപ്പാടുള്ള ആളാണ്. വികസന കാര്യത്തിൽ അദ്ദേഹം രാഷ്ട്രീയം മാറ്റിവെക്കുന്ന ആളാണ്. അവിടെ BJPയെ സംബന്ധിച്ചിടത്തോളം പൊതുവെ BJPക്ക് വികസന കാര്യത്തിൽ രാഷ്ട്രീയമില്ല. കക്ഷി രാഷ്ട്രീയത്തിന്റെ നൂലാമാലകൾ CPM കളിക്കുന്നത് പോലെ BJP കളിക്കാറില്ല. ഒട്ടൊക്കെ കോൺഗ്രസുകാരും മെച്ചമാണ് ആ കാര്യത്തിൽ. BJPയും അത് തന്നെയാണ്. ഒരു പാൻ ഇന്ത്യൻ പാർട്ടി എന്നുള്ള നിലയ്ക്ക്, ഒരു നാഷണൽ പാർട്ടി എന്നുള്ള നിലയ്ക്ക് വികസനത്തിൽ രാഷ്ട്രീയം കലർത്താതെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് BJPയുടെ അജണ്ടയും മുദ്രാവാക്യവും. ഇവിടെ സുധീഷ് കുമാറിന് അത് പ്രയോജനപ്പെടുത്താം. അദ്ദേഹം പകരം BJPയോട് സഹകരിച്ചു നിൽക്കുക. മേയർ തെരഞ്ഞെടുപ്പിലും ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പിലും സ്റ്റാൻഡിംഗ് കൗൺസിൽ തെരഞ്ഞെടുപ്പിലും എല്ലാം അദ്ദേഹം BJPക്ക് ഒപ്പം BJPയോട് സഹകരിച്ചു നിൽക്കുക. തന്റെ സ്വതന്ത്രൻ എന്നുള്ള ഐഡന്റിറ്റി കളയാതെ തന്നെ അദ്ദേഹത്തിന് മുന്നോട്ട് പോകാം. BJP വളരെയധികം ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു പാർട്ടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ LDFനെ പോലെയുള്ള കടുംപിടുത്തമൊന്നും BJPയിൽ ഉണ്ടാവില്ല. UDF വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ സ്വതന്ത്രന്മാരെ പലപ്പോഴും കൈകാര്യം ചെയ്യുന്ന രീതി നമ്മൾ കണ്ടിട്ടുണ്ട്. BJPയും അങ്ങനെ തന്നെ ആയിരിക്കും പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പറഞ്ഞതുപോലെ രാജീവ് ചന്ദ്രശേഖറിന്റെ വികസന കാഴ്ചപ്പാടും BJPയുടെ ഈ നയവും ആയിട്ട് സുധീഷിന് സഹകരിക്കാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ BJPയെ സംബന്ധിച്ചിടത്തോളം ഈ ഇനി ഒരു വാർഡിൽ നടക്കാനുള്ള തെരഞ്ഞെടുപ്പ് പോലും ഒരു വിഷയമല്ല. BJPക്ക് 50-ന് പുറത്ത് സുധീഷ് വന്നാൽ ഒപ്പം ചേർന്നാൽ അത് 51 ആവും. 51 പേരുടെ പിന്തുണയാകും. പാറ്റൂർ M രാധാകൃഷ്ണൻ കൂടെ വന്നാൽ അത് 52 പേരുടെ പിന്തുണയാകും. വളരെ കൃത്യമായിട്ട് കോറം തികഞ്ഞു. BJPയെ സംബന്ധിച്ച് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം. അവിടെ മറ്റു വിഷയങ്ങളൊന്നും തന്നെ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. 26-ാം തീയതി വളരെ കൃത്യമായിട്ട് അറിയാം സ്വതന്ത്രന്മാരുടെ നിലപാട് എന്താണെന്ന്.